നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വാക്കുതർക്കത്തിനിടെ യുവാവിന് കത്തിക്കുത്തേറ്റ സംഭവത്തിൽ മണൽ മാഫിയ സംഘത്തലവനടക്കം 2 പേർ അറസ്റ്റിൽ. മംഗലം ചേനര കക്കിടി വളപ്പിൽ ഷാനവാസിനാണ് കത്തിക്കുത്തേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് ആലിംഗിൽ വെച്ചായിരുന്നു സംഭവം. അനർഹരെ തിരികെ കയറ്റാൻ കുടുംബശ്രീ സ്നേഹവീട് പദ്ധതിയിൽ നിന്ന് നിർധന കുടുംബത്തെ ഒഴിവാക്കിയതായി ആരോപണം. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയിലൂടെ കുടുംബശ്രീ മുഖേന നൽകുന്ന സ്നേഹവീടിൽ നിന്നാണ് വെട്ടം കോതപ്പറമ്പ് കാപ്പാട്ടകത്ത് ചക്കുവിന്റെ പറമ്പിൽ ഖദീജയെ ഒഴിവാക്കിയത്. താനൂർ നഗരസഭ ചെയർമാൻ പദവി മാറുന്നത് സംബന്ധിച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. റഷീദ് മൊയ്രയാണ് താനൂർ നഗരസഭ ചെയർമാനാവുക. മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ജില്ലാ ലൈബ്രറി സർഗോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ തിരൂർ താലൂക്കിനു വേണ്ടി പരിയാപുരം നവയുഗ വായനശാല ബാലവേദി അംഗങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. തിരൂരിന്റെ കലാ സാംസ്കാരിക കാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി മാറിയ തിരൂർ ആർട്സ് സൊസൈറ്റി തിരൂരിന്റെ ഫെബ്രുവരി മാസ പ്രോഗ്രാമായ നാടകവും ആദരവും കലാകാരനൊരു കൈത്താങ് പദ്ധതിയുടെ സഹായ വിതരണവും ഫെബ്രുവരി 24 വൈകിട്ട് 6 മണിക്ക് തിരൂർ GMUP സ്കൂളിൽ നടക്കും. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന നാഷണൽ ഇന്റർ ഡിസ്ട്രിക്ട് അത്ലറ്റിക് മീറ്റിൽ കേരളത്തിനു വേണ്ടി 80 മീറ്റർ ഹഡിൽസിൽ സിൽവർ മെഡൽ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പുല്ലൂർ MLP സ്കൂളിന്റെ 100ാം വാർഷികവും കെട്ടിടോദ്ഘാടനവും ആരവം 2024 എന്ന പേരിൽ ഫെബ്രുവരി 22, 24, 25 തീയതികളിൽ നടക്കും. കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരനും മുൻ പ്രസ് ക്ലബ് അംഗവുമായ ഫൈസൽ കനമനത്തെ തിരൂർ പ്രസ് ക്ലബ് ആദരിച്ചു. കഴിഞ്ഞ 23 വർഷമായി സംഘടിത സക്കാത്ത് സംഭരണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൈത്തു സക്കാത്ത് കേരള സാമൂഹിക പുരോഗതിക്ക് സംഘടിത സക്കാത്ത് വളരണം എന്ന തലക്കെട്ടിൽ സക്കാത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരൂരിലെ ആക്ഷൻ കൗൺസിലിന്റെയും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. 3ാം സീറ്റിനായി UDFിൽ സമ്മർദ്ദം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച പുരോഗമിക്കും. സിറ്റിംഗ് MPമാരായ ET മുഹമ്മദ് ബഷീറിനെയും MP അബ്ദുസമദ് സമദാനിയെയും വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടിയിൽ ഏകദേശ ധാരണയായി. മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത BPL AAY കാർഡുകൾക്ക് ഏപ്രിൽ മുതൽ റേഷൻ വിതരണം മുടങ്ങി. ഇത്തരം കാർഡുകളിലെ അംഗങ്ങൾ മാർച്ച് 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം കർശനമാക്കിയതിനെ തുടർന്നാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.